ഇന്ത്യയുടെ മിസൈൽ വികസന പരിപാടിയിൽ സൂര്യയും അഗ്നി-6 മിസൈലുകളും വ്യത്യസ്താശയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. സൂര്യ അഗ്നി-6നേക്കാൾ കൂടുതൽ നൂതനവും ദീർഘദൂരവുമായ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായി ഉയർത്തിക്കാണിക്കപ്പെടുന്നു. അഗ്നി-6 നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയപ്പെടുന്നുണ്ടെങ്കിലും സൂര്യയുടെ നിലനിൽപ്പും സവിശേഷതകളും പ്രധാനമായും ഇന്ത്യയുടെ മിസൈൽ ശേഷികളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെയും വിശകലനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നത്തെ വീഡിയോയിൽ സൂര്യ അഗ്നി-6 എന്നീ മിസൈലുകളുടെ കഴിവുകളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ആദ്യമായി നമുക്ക് സൂര്യ മിസൈലിനെ പറ്റി ഒന്ന് നോക്കാം. ഇന്ത്യൻ സായുധ സേനയുടെ ഉപയോഗത്തിനായി DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് സൂര്യ മിസൈൽ. 4 ഘട്ടങ്ങളുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് സൂര്യ മിസൈൽ എന്നതിനാൽ അഗ്നി മിസൈലുകൾ ഇതുവരെ വഹിച്ചിട്ടുള്ള 1 ടൺ പോർമുനയുടെ 3 ഇരട്ടി ഭാരമുള്ള, അതായത് 3 ടൺ ഭാരമുള്ള യുദ്ധമുനയാണ് സൂര്യ മിസൈൽ വഹിക്കുക എന്ന് കരുതപ്പെടുന്നു. ഓരോ വാർഹെഡിനും വ്യത്യസ്ത ലക്ഷ്യത്തിൽ പതിക്കുന്ന തരത്തിലുള്ള നിരവധി ന്യൂക്ലിയർ വാർഹെഡുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വാർഹെഡുകൾ വിക്ഷേപിക്കാനും ഈ മിസൈലിന് കഴിയും. ലക്ഷ്യത്തിലേക്ക് കുതിച്ചു കയറുന്നതിനിടയിൽ മനുവറാകുന്നത് വഴി ശത്രുവിന്റെ വ്യോമപ്രതിരോധ മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനാൽ ഈ വാർഹെഡുകളെ മനുവറബിൾ റീഎൻട്രി വെഹിക്കിൾ എന്നും വിളിക്കപ്പെടുന്നു. അതിനാൽ സൂര്യ മിസൈലിന് 10 MIRV വാർഹെഡുകൾ വഹിക്കാൻ കഴിയുന്നതിനോടൊപ്പം 12,000 കിലോമീറ്റർ മുതൽ 16,000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളതുമായിരിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ വികസന ഘട്ടത്തിലുള്ള റോഡ് മൊബൈൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായിരിക്കും സൂര്യ മിസൈൽ. സൂര്യ മിസൈലിനെ കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ട് 1995 തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇതുവരെ ഒഫീഷ്യലായി ഇന്ത്യ സൂര്യ മിസൈലിനെ പറ്റി ഒന്നും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 1994 ഈ സംവിധാനത്തിന്റെ വികസനം ആരംഭിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾക്കൊപ്പം പോളാർ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെയും അഗ്നി IRBMന്റെയും ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സൂര്യ മിസൈലിന്റെ കോൺഫിഗറേഷൻ എന്നും അവകാശപ്പെടുന്ന നിരവധി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. സൂര്യ മിസൈലിന്റെ മാർഗനിർദ്ദേശ സംവിധാനത്തിൽ IRNSS ഓപ്ഷണലായി വർദ്ധിപ്പിച്ച റിംഗ് ലേസർ ഗൈറോസ്കോപ്പോടുകൂടിയ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉൾപ്പെടുന്നു. അതായത് ഒരു സർഫസ് ബേസ്ഡ് ആയ സോളിഡ് ആൻഡ് ലിക്വിഡ് പ്രൊപ്പലന്റ് ഉള്ള ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായിരിക്കും സൂര്യ മിസൈൽ. ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെ ഏറ്റവും വലിയ പദ്ധതിയായതിനാലും സൂര്യയുടെ കഴിവുകൾ കാരണവും കൂടുതൽ തന്ത്രപ്രധാന സ്വഭാവമുള്ള മിസൈലായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. അതോടൊപ്പം 12,000 കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്ന സൂര്യ മിസൈൽ ലോകത്തിലെ മിക്കവാറും എല്ലാ പ്രധാന രാജ്യങ്ങളെയും അതിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷ ഉറപ്പാക്കാൻ ഈ ഗ്രഹത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ICBM ഇന്ത്യക്ക് അത്യാവശ്യമാണ്. അതായത് കുറഞ്ഞത് 12,000 കിലോമീറ്റർ എങ്കിലും ദൂരപരിധിയുള്ള ഒരു അതിശക്തമായ മിസൈൽ. ലോകത്തിലെ പല പ്രമുഖ രാജ്യങ്ങൾക്കും കഴിയാത്ത ഒരു വലിയ നേട്ടമാണ് സൂര്യ മിസൈൽ വഴി ഇന്ത്യ നേടിയെടുക്കുന്നത് എന്നും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ചൈന സെൻട്രിക് ICBM ആയ അഗ്നി-5 2024 മാർച്ചിൽ 4ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഫയറിംഗിന് വിധേയമായി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ ഭാഗമാക്കിയിരുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി-5 എന്നത്. ഇനി നമുക്ക് സൂര്യ മിസൈലിന്റെ കഴിവുകളൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി മൾട്ടിപ്പിൾ വാർഹെഡ് ടെക്നോളജി. MIRV കഴിവുകൾ ആദ്യമായി വിന്യസിച്ചത് 60കളിൽ അമേരിക്കയും അന്നത്തെ സോവിയറ്റ് യൂണിയനുമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ലോകത്തൊരു മിസൈൽ മത്സരത്തിന് തന്നെ കാരണമായിരുന്നുവെങ്കിലും അത്തരം ഉയർന്ന ശേഷിയുള്ള മിസൈൽ വികസിപ്പിക്കുന്നതിൽ അവസാനമായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയാണ് എന്നതാണ് വസ്തുത. അതിനാൽ ഇന്ത്യയുടെ സൂര്യ മിസൈലുകളിൽ 780 കിലോ ടൺ വീതമുള്ള 3 മുതൽ 10 തെർമോ ന്യൂക്ലിയർ വാർഹെഡുകൾ സജ്ജീകരിക്കാൻ കഴിയും. സൂര്യ മിസൈൽ ഇന്ത്യൻ പ്രതിരോധത്തിലെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്നത് കൂടാതെ ഇത് ഇന്ത്യയെ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ആഗോള ശക്തിയായി ഉയർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി ഉയർന്ന റേഞ്ച്. ഉയർന്ന റേഞ്ചുള്ള മിസൈൽ ഇന്ന് ലോകരാജ്യങ്ങളുടെ എല്ലാം കയ്യിൽ സുലഭമാണ് എങ്കിലും ഇന്ത്യ സൂര്യ മിസൈലിലൂടെ സ്വന്തമാക്കുന്ന ഈ ശേഷി ചൈനയ്ക്കും പാകിസ്ഥാനും പുറമെ ആദ്യമായി യൂറോപ്പ് മുഴുവനായും ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ പല തന്ത്രപ്രധാനമായ ആസ്തികളും ഇന്ത്യയുടെ പ്രഹരപരിധിയിലെത്തിക്കുന്നു. അങ്ങനെ സൂര്യ മിസൈൽ ഇന്ത്യക്ക് മികച്ച നശീകരണ കഴിവ് നൽകുകയും ICBM ശേഷിയിൽ ചൈനയുമായി ഒരു തരം തന്ത്രപരമായ തുല്യത കൊണ്ടുവരികയും ചെയ്യുന്നു. അതോടൊപ്പം സൂര്യ മിസൈൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ധാർമ്മിക ശക്തി നൽകുന്നതിനോടൊപ്പം 4,000 കിലോമീറ്റർ നീളമുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനീസ് സേനയെ വെല്ലുവിളിക്കാൻ ധൈര്യം നൽകുകയും ചെയ്യുന്നു. ഇന്ത്യ 2 മുന്നണി യുദ്ധത്തിന്റെ സാധ്യതയെ അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സമ്പൂർണ്ണ ICBMന്റെ വികസനം വേഗത്തിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല ഇന്ത്യയെ ആഗോള സൂപ്പർ പവറായി അംഗീകരിക്കുന്നതിന് നന്നായി തെളിയിക്കപ്പെട്ട ICBM കഴിവ് അത്യന്താപേക്ഷിതമാണ്. അഗ്നി-5നെ ഒരു ICBM ആയി കാണുന്നുവെങ്കിലും 10,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു മിസൈലിനെ മാത്രമേ ഒരു സമ്പൂർണ്ണ ICBM ആയി കണക്കാക്കൂ എന്നതാണ് സത്യം.
അതിനാൽ 12,000 മുതൽ 16,000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലെത്താൻ കഴിയുന്ന സൂര്യ മിസൈൽ എത്തുന്നതോടെ ഇന്ത്യ ഒരു ആഗോള സൂപ്പർ പവറായി മാറുമെന്നത് ഉറപ്പാണ്. അടുത്തതായി നമുക്ക് ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി 6 മിസൈലിനെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും അത്യാധുനിക മിസൈലായ അഗ്നി 5 തുടർച്ചയായ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യ സേവനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അഗ്നി 5 പ്രോജക്ട് അവസാനിച്ചതിന് ശേഷം DRDO കൂടുതൽ റേഞ്ചും കൂടുതൽ പേലോഡ് വഹിക്കാൻ ശേഷിയുള്ളതുമായ ഒരു ICBM-ൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കാമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് DRDO നിലവിൽ 3 ഘട്ടങ്ങളുള്ള അഗ്നി 6 മിസൈലിന്റെ പണിപ്പുരയിലാണെന്ന് പല റിപ്പോർട്ടുകളും അവകാശപ്പെടുന്നു. 8,000 കിലോമീറ്റർ മുതൽ 10,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതായി പലരും അഭിപ്രായപ്പെടുന്ന അഗ്നി 6ന്റെ വികസനത്തെക്കുറിച്ച് ഇന്ത്യ ഇതുവരെ വ്യക്തമായ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. DRDOയ്ക്ക് സാധാരണയായി ഓരോ അഗ്നി പരമ്പരയ്ക്കിടയിലും 4 മുതൽ 5 വർഷത്തെ വികസന വിടവുകൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ അഗ്നി 5 വികസിപ്പിച്ചിട്ട് 5 വർഷത്തിലേറെയായിരിക്കുന്നതിനാൽ DRDO അഗ്നി 5ന്റെ പിൻഗാമിയെ തയ്യാറാക്കിയിരിക്കാമെന്ന അഭ്യൂഹത്തിലേക്ക് നയിക്കുന്നു. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഗ്നി 6 3 ഘട്ടങ്ങളുള്ള ഒരു സോളിഡ് ഫ്യൂൾഡ് ICBM മിസൈലായിരിക്കും. കൂടാതെ അഗ്നി 6ന് അഗ്നി 5നേക്കാൾ ഭാരവും വലിപ്പവും ഉണ്ടായിരിക്കും. അതായത് 1.1 ടൺ പോർമുനകൾ മാത്രം വഹിക്കാൻ കഴിയുന്ന അഗ്നി 5ന്റെ 3 ഇരട്ടി, അതായത് 3 ടൺ പോർമുനകൾ വഹിക്കാൻ അഗ്നി 6ന് കഴിയും. 4 മുതൽ 6 മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MIRV പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ കൂടിയായിരിക്കും അഗ്നി 6. MIRV സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്ത്രപ്രധാനമായി കണക്കാക്കപ്പെടുന്നു. കാരണം ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇതിനോടകം തന്നെ MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അഗ്നി 5 പരീക്ഷിച്ചിരുന്നു എന്നാണ്. എന്നാൽ MIRV ശേഷിയുള്ള ഒരു അഗ്നി 5 മിസൈലിനെ കുറിച്ച് DRDOയോ സർക്കാരോ ആദ്യം ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നടത്തിയിരുന്നില്ല എങ്കിലും പിന്നീട് അഗ്നി 5 ഒരു MIRV സാങ്കേതിക വിദ്യയുള്ള മിസൈലാണെന്ന് DRDO അംഗീകരിച്ചിരുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഏറ്റവും അത്യാധുനികമായ അഗ്നി P അല്ലെങ്കിൽ അഗ്നി പ്രൈം മിസൈലിൽ ഇന്ത്യ MIRV ടെക്നോളജി സംയോജിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിനർത്ഥം ഇന്ത്യയുടെ അഗ്നി 5 മിസൈലിലെ MIRV ടെക്നോളജിയെ പറ്റി പ്രസ്താവനകൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ പോലും അവയിൽ MIRV ടെക്നോളജി ഉറപ്പായും ഉണ്ടാകുമെന്ന് അഗ്നി പ്രൈമിന്റെ വികസനം സൂചിപ്പിക്കുന്നു. 8,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ചൈന അവകാശപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിനാൽ അഗ്നി 5ന്റെ റേഞ്ച് തന്നെ ഒരു നിഗൂഢതയാണ്. എന്നാൽ അഗ്നി 5ന് 5,000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്ന് മാത്രം DRDO അവകാശപ്പെടുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ വിദഗ്ധരും വാദിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളി ചൈനയായിരിക്കുമ്പോൾ എന്തിന് 10,000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ICBM ഇന്ത്യ വികസിപ്പിക്കണമെന്നാണ്. ഇന്ത്യ അഗ്നി 6 മിസൈൽ പുറത്തിറക്കിയാൽ അത് അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളെയും അലോസരപ്പെടുത്തിയേക്കാമെന്നും അഗ്നി 6 മിസൈൽ പരീക്ഷിച്ചു നോക്കിയാൽ ഇന്ത്യ ഉപരോധം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ വളർന്നു വരുന്നൊരു സാമ്പത്തിക ശക്തിയായതിനാൽ ഈ ഘട്ടത്തിൽ യൂറോപ്പുമായുള്ള സാമ്പത്തിക ബന്ധം വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതിയും S-400ന്റെ ഏറ്റെടുക്കലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഓയിൽ പ്രൈസ് ക്യാപ്പ് വിഷയത്തിൽ ഇന്ത്യ അമേരിക്കയുമായി ഇടഞ്ഞിരുന്നു എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഈ ഒരു അവസരത്തിൽ 10,000 കിലോമീറ്റർ ദൂരമുള്ള ഒരു മിസൈൽ യൂറോപ്യൻ രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുകയും ഇത് വ്യാപാര ബന്ധങ്ങളെ ബാധിച്ചേക്കാമെന്നും ഇന്ത്യ കരുതിപ്പോരുന്നു. അതിനാൽ സാങ്കേതിക വിദ്യയുമായി DRDO തയ്യാറായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സർക്കാർ അഗ്നി 6 ICBM-ന്റെ അസ്തിത്വം അനാവരണം ചെയ്യാനോ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവിടാനോ സാധ്യതയില്ല. ചൈനയുടെ മാധ്യമങ്ങൾ അഗ്നി 6ന്റെ വികസനം പൂർത്തിയായി എന്നും ഇന്ത്യ അത് രഹസ്യമായി വച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും നിലവിൽ ഇതുവരെ ഇന്ത്യൻ സർക്കാരോ DRDOയോ ഒഫീഷ്യലായി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ്. തമ്മിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ സൂര്യ മിസൈലിന് അഗ്നി 6നേക്കാൾ കൂടുതൽ ദൂരപരിധിയുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നത് കൊണ്ട് ലോകത്തിലെ കൂടുതൽ ഭാഗങ്ങൾ അതിന്റെ പരിധിക്കുള്ളിൽ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ അഗ്നി 6നേക്കാൾ കൂടുതൽ വികസിതവും ശക്തവുമായ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ടാണ് സൂര്യ മിസൈലിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് എങ്കിലും ഈ മിസൈലിന്റെ യഥാർത്ഥ വികസനവും സവിശേഷതകളും ഇതുവരെയും ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആയുധപ്പരയിലെ കൂടുതൽ തന്ത്രപ്രധാനമായ ഒരു ആയുധമാണ് സൂര്യ മിസൈൽ എന്ന് ചില സ്രോതസ്സുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു.